അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക അഞ്ചാമത്തെ ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ x+3 ഇൻറ്റു x+4 ഇൻറ്റു x+5 ആണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ലോഗ് അപ്ലൈ ചെയ്യുന്നു. അതിനു മുമ്പ് നമ്മൾ തന്നേക്കുന്ന ചോദ്യത്തെ y എന്ന് എടുക്കുകയാണെങ്കിൽ ലെറ്റ് y ഈക്വൽ ടു x+3 ഇൻറ്റു x+4 ഇൻറ്റു x+5 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യുകയാണ്. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. സോ എന്ത് കിട്ടും, ലെഫ്റ്റ് സൈഡിലുള്ളത് y ആണ്. yക്ക് ലോഗ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് y എന്ന് വരും. ഇനി ഇവിടെ എന്ത് ചെയ്യുക, ഈ ടേം ഇത്രയും കൂടി ചേർത്ത് നമ്മൾ ലോഗ് എടുക്കുകയാണെങ്കിൽ ലോഗ് ഓഫ് ഈ ഫംഗ്ഷൻ അതുപോലെ എഴുതുക. സോ ലോഗ് x+3 ഇൻറ്റു x+4 ഇൻറ്റു x+5 എന്ന് കിട്ടും. ഇനി നമ്മളിവിടെ ലോഗിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ലോഗ് y അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ലോഗ് x ഇൻറ്റു y ഇൻറ്റു z ആണ്. നമ്മൾ നേരത്തെ കണ്ട അതേ പ്രോപ്പർട്ടി ലോഗ് x ഇൻറ്റു y ഇൻറ്റു z പ്രോഡക്റ്റാണ് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. അപ്പോൾ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ പ്ലസ് ലോഗ് ഇസഡ് എന്ന് വരും. പക്ഷേ ഇവിടെ രണ്ട് പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് വരിക എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ടേമിൽ ലോഗ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് x+3 എന്നാണ് വരിക. സോ ഇവിടെ എന്ത് വരും, ലോഗ് x+3 ആണ് വരേണ്ടത്. പക്ഷേ എന്ത് ചെയ്തു, ഈ പവറിൽ 2 ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ലോഗ് x+3 എന്ന് പറയുന്നത് ലോഗ് x⁻n ഫോമിലാണ്. സോ വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയോട് അപ്ലൈ ചെയ്യാം. സോ ലോഗ് x⁻n എന്ന് വെച്ചാൽ n ലോഗ് x ആണ്. സോ എന്ത് ചെയ്തു, ഈ 2 അങ്ങ് ആദ്യം കൊടുത്തു, 2 ലോഗ് x+3 എന്നാക്കി. അവിടെ രണ്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ ലോഗ് x ഇൻറ്റു y എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും അതുപോലെ ലോഗ് x⁻n n ലോഗ് x എന്ന് എഴുതാൻ പറ്റും. സോ രണ്ടാമത്തെ പ്രോപ്പർട്ടി കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആദ്യത്തെ ടേം നമുക്ക് 2 ലോഗ് x+3 എന്ന് കിട്ടുക. ഇനി വീണ്ടും രണ്ടാമത്തെ ടേം കിട്ടുന്നത് പ്ലസ് ലോഗ് x+4 എന്നാണ് വരണ്ടേ. അവിടെ എന്താണ്, പവർ ഒരു 4 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും, അതങ്ങ് ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ 3 ലോഗ് x+4 എന്ന് കിട്ടും. പ്ലസ് വീണ്ടും മൂന്നാമത്തെ ടേം ലോഗ് x+5 എന്നാണ് വരണ്ടേ. അവിടെ എന്ത് ചെയ്യും, നമ്മൾ ലോഗ് x⁻n പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പവർ 4 ആദ്യം കൊടുത്തിട്ട് 4 ഇൻറ്റു ലോഗ് x+5 എന്ന് മാറ്റാം. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. സോ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ലോഗ് y ആണ്. ലോഗ് y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആയതുകൊണ്ട് 1/y എന്ന് വരും. കൂടെ എന്ത് ചെയ്യുക, വൈയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള dy/dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടു ഇവിടെ ആദ്യത്തെ ടേം 2 ലോഗ് x+3 ആണ്. സോ 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2 അതുപോലെ എഴുതി. ബാക്കിയുള്ളത് ലോഗ് എക്സിൻ്റെ ഫോമിലാണ്. സോ എന്ത് ചെയ്യുക, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. സോ 1/x+3 എന്ന് വരും. ഇനി ഇവിടെ കൂടെയുള്ള ഫംഗ്ഷൻ ഏതാണ്, x+3 ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് അടുത്ത ടൈം അവിടെ 3 ഉണ്ട്, 3 അതുപോലെ. അടുത്ത ടൈം ലോഗ് x+4 ഡെറിവേറ്റീവാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ലോഗ് എക്സ് ഫോമാണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആയതുകൊണ്ട് 1/x+4 എന്ന് വരും. ഇവിടെ എന്താണ്, x+4 ഡെറിവേറ്റീവും 1 തന്നെയാണ്. സോ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് അടുത്ത ടൈം 4 ഇൻറ്റു, സോ ആ 4 അതുപോലെ എഴുതി. ബാക്കി വരിക ലോഗ് x+5 ആണ്. ഇവിടെ എന്ത് തന്നെയാണ്, ലോഗ് എക്സിൻ്റെ ഫോമാണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആയതുകൊണ്ട് 1/x+5 എന്ന് കിട്ടി. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയത് 1/y ഇൻറ്റു dy/dx വാല്യൂ ആണ്. നമുക്കവിടെ dy/dx മാത്രം മതി. സോ എന്ത് ചെയ്യുക, ഇവിടെയുള്ള ഈ ഒരു 1/y ഇപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റു y എന്നാവും. അവിടെ yക്ക് വാല്യൂ കൊടുത്തേക്കാണ്. വൈയുടെ വാല്യൂ എന്താ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, x+3 ഇൻറ്റു x+4 ഇൻറ്റു x+5 ആണ്. സോ അവിടെ വൈക്ക് വാല്യൂ കൊടുത്തു. ബാക്കി ഈ ടേമെല്ലാം അതുപോലെ എഴുതിയേക്കാണ്. 2/x+3 പ്ലസ് 3/x+4 പ്ലസ് 4/x+5 അതുപോലെ കൊടുത്തു. സോ ഇവിടെ വീണ്ടും താണ്ട ഈ ടേമുകളെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യല്ല, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് രണ്ട് ടേം ക്യാൻസലായി പോയാൽ ബാക്കി കിട്ടുക x+3 ഇൻറ്റു x+4 ഇൻറ്റു x+5 ഇൻറ്റു 9x² പ്ലസ് 70x പ്ലസ് 133 എന്ന് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക നാലാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ x⁻x മൈനസ് 2 sin x ആണ് ചോദ്യം.
അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആണ് തന്നേക്കുക. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് റേസ് ടു എക്സും രണ്ടാമത്തെ ഫംഗ്ഷൻ 2 റേസ് ടു സൈൻ എക്സുമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ലോഗ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെ എന്താണ് ഡിഫറൻസ് ആണ് തന്നേക്കുക. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ ഡിഫറൻസോ അല്ലെങ്കിൽ രണ്ട് ഫംഗ്ഷൻ്റെ എന്ത് ചെയ്യുക ആഡ് ചെയ്തേക്കുവാണെങ്കിൽ, അപ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഓരോ ഫംഗ്ഷൻ്റെ എന്ത് ചെയ്യുന്നു ഡെറിവേറ്റീവ് എടുക്കുന്നു. അതായത് ഇവിടെ ആദ്യത്തെ ഫംഗ്ഷൻ നമ്മൾ യു എന്നും ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു വി എന്നും എടുക്കുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറുന്നുണ്ട്. y ഈക്വൽ ടു ഈ ഒരു എക്സ് റേസ് ടു എക്സിന് പകരം യു എന്നും ഇവിടെ 2 റേസ് ടു സൈൻ എക്സിന് പകരം നമ്മൾ വി എന്നും കൊടുത്തു. സോ ഇനി എന്ത് ചെയ്താൽ നമുക്കിവിടെ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക വിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ആ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ് ഇപ്പോൾ മാറിയത്. y ഈക്വൽ ടു യു മൈനസ് വി എന്ന് വന്നു. വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dy/dx എന്ന് കിട്ടും. അതുപോലെ യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുകയാണെങ്കിൽ അത് du/dx ആണ്, നടുക്കുള്ള മൈനസ്. അതുപോലെ വീണ്ടും വിയുടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് dv/dx ആണ്. ഇനി എന്ത് ചെയ്യുക നമ്മൾ ഈ പറയുന്ന യുവിനെയും വിയെയും ഡെറിവേറ്റീവ് എടുത്ത് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാൽ മതി ആ വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം ഇവിടെ ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള യുവിനെ എന്ത് ചെയ്യുന്നു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ യുവിൻ്റെ വാല്യൂ ആദ്യത്തെ ഫംഗ്ഷനായിട്ടുള്ള എക്സ് റേസ് ടു എക്സ് ആണ്. സോ എന്ത് ചെയ്യണം ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ലോഗ് അപ്ലൈ ചെയ്യുന്നു. സോ രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലോഗ് യു ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് എന്ന് വരും. അതായത് ഇവിടെ വരിക ലോഗ് എക്സ് റേസ് ടു എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ലോഗ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ഇക്വേഷൻ അത് എൻ ലോഗ് എക്സ് ആണ്. സോ എന്ത് വന്നു ആ പവറുള്ള എക്സ് ആദ്യം എഴുതി കഴിഞ്ഞാൽ എക്സ് ലോഗ് എക്സ് എന്ന് മാറ്റി എഴുതി. ഇനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആയതുകൊണ്ട് ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u ഇൻറ്റു തീർന്നില്ല, ബാക്കിയുള്ള ഈ ഒരു യുവിൻ്റെ ഡെറിവേറ്റീവ് കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സിലാകുമ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് du/dx ആണ്. സോ ഈക്വൽ ടു ഇനി റൈറ്റ് സൈഡ് ഉള്ളത് എക്സും ഉണ്ട്, അതുപോലെ ലോഗ് എക്സ് എന്ന് പറയുന്ന ടേമും ഉള്ളത്. സോ ഇവിടെ എന്ത് ചെയ്യണം രണ്ട് വേരിയബിൾസ് ആയതുകൊണ്ട് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് എന്നും സെക്കൻഡ് ഫംഗ്ഷനെ ലോഗ് എക്സ് എന്നും എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x നടുക്ക് പ്ലസ്, വീണ്ടും സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് ഇൻറ്റു ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള എക്സിൻ്റെ ഡെറിവേറ്റീവ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ 1 ആണ്. സോ നമുക്കിവിടെ ആണ്ട് ഈ ഒരു എക്സും കട്ടായി പോയാൽ ബാക്കി ഇവിടെ കിട്ടുക 1 പ്ലസ് ലോഗ് എക്സ് എന്നാണ്. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ du/dx മാത്രം മതി. സോ എന്ത് ചെയ്യുന്നു ഈ 1/u അങ്ങ് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ അത് ഇൻറ്റു യു എന്നും അവിടെ യുവിന് പോലെ നമ്മൾ വാല്യൂ കൊടുത്തേക്കുകയാണ്. യുവിൻ്റെ വാല്യൂ ആണ് എക്സ് റേസ് ടു എക്സ് എന്ന്. സോ നമുക്കിവിടെ du/dxൻ്റെ വാല്യൂ കിട്ടി. ഇനി എടുത്ത് വേണ്ട എന്താണ് രണ്ടാമത്തുള്ള വി എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ വി ഈക്വൽ ടു 2 റേസ് ടു സൈൻ എക്സ് എന്നാണ് എടുത്തത്. ഇനി എന്ത് ചെയ്യുന്നു ഡെറിവേറ്റീവിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യുകയാണ്. സോ ലെഫ്റ്റ് സൈഡിൽ ലോഗ് വി ഈക്വൽ ടു ഇവിടെ എന്ത് വരും ലോഗ് 2 റേസ് ടു സൈൻ എക്സ് ആണ്. വീണ്ടും എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡ് നമ്മൾ ലോഗ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ഇക്വേഷൻ. സോ എന്തായിരിക്കും എൻ ലോഗ് എക്സ് ആയിരിക്കും. സോ ഈ പവറായിട്ടുള്ള സൈൻ എക്സ് അങ്ങ് ആദ്യം വരും, ബാക്കി ലോഗ് 2 എന്ന് വരും. സോ ഇനി എന്ത് ചെയ്യുക ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലോഗ് വിയുടെ ഡെറിവേറ്റീവ് 1/v ഇൻറ്റു dv/dx എന്നാണ് വരിക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. സോ റൈറ്റ് സൈഡ് ഉള്ളത് സൈൻ എക്സ് ഇൻറ്റു ലോഗ് 2 ആണ്. ഇവിടെ ആലോചിക്കേണ്ട കാര്യം ലോഗ് 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ലോഗ് എ എന്ന് വെച്ചാൽ എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ലോഗ് 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ ലോഗ് 2 അതുപോലെ എഴുതുക, ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കി വരിക സൈൻ എക്സ് ആണ്. ഇനി സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് കൊടുക്കും കോസ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് dv/dxൻ്റെ വാല്യൂയാണ് വേണ്ടത്. സോ ഈ ഒരു 1/v അങ്ങ് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇൻറ്റു വി എന്ന് വരും. അവിടെ വിക്ക് പകരം വാല്യൂ കൊടുത്തേക്കാണ് 2 റേസ് ടു സൈൻ എക്സ് ഇൻറ്റു ബാക്കിയുള്ള ഈ ഒരു ടൈം അതുപോലെ കോസ് എക്സ് ഇൻറ്റു ലോഗ് 2 അതുപോലെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നമുക്കിവിടെ dv/dxുമായി അതുപോലെ തന്നെ du/dx കിട്ടിയായിരുന്നു. ഓക്കെ, സോ രണ്ട് വാല്യൂ എന്ത് ചെയ്യുന്നു അവിടെ ഒന്നാമത്തെ ഇക്വേഷനകത്ത് അവിടെ ആദ്യത്തെ ഇക്വേഷൻ ഇതായിരുന്നു. ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു ആ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അവിടെ dy/dx ഈക്വൽ എന്ത് കിട്ടും ആദ്യത്തെ du/dxന് പകരം എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്നും നടുക്ക് മൈനസ് ബാക്കിയുള്ള dv/dxൻ്റെ വാല്യൂ കിട്ടിയത് 2 റേസ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്നാണ്. ലോഗ് 2 എന്നാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാം.
എട്ടാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് എന്നാണ് ചോദ്യം. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷന് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സും രണ്ടാമത്തെ ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സുമാണ്. സോ എന്ത് ചെയ്യുന്നു, നേരത്തെ ചെയ്ത പോലെ ഒന്നാമത്തെ ഫംഗ്ഷന് നമ്മൾ വി എന്നും രണ്ടാമത്തെ ഫംഗ്ഷന് നമ്മൾ യു എന്നും എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറും. വൈ ഈക്വൽ ടു യു പ്ലസ് വി എന്ന് പറയുന്ന ഫോമിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പിന്നീട് വിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു വാല്യൂസ് ഈ ഇക്വേഷനകത്ത് ആഡ് ചെയ്യുന്നു. നമ്മൾ വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഈക്വൽ ടു യുവിൻ്റെ ഡെറിവേറ്റീവാണ് ഡി യു ബൈ ഡി എക്സ്, അതുപോലെ വിയുടെ ഡെറിവേറ്റീവാണ് ഡി വി ബൈ ഡി എക്സ്. സോ ഇവിടെ എന്ത് ചെയ്താൽ മതി, നമുക്ക് ജസ്റ്റ് ഈ ഒരു യുവിനെയും വിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുകയാണ് യുവിൻ്റെ വാല്യൂ സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് എന്നാണ്. അപ്പോൾ യുവിൻ്റെ വാല്യൂ സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് എന്നെടുത്ത് എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേബിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ ലോഗ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലോഗ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ യുവിന് ലോഗ് എടുത്താൽ ലോഗ് യു എന്ന് വരും. റൈറ്റ് സൈഡ് ലോഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ലോഗ് എക്സ് റൈസ് ടു എൻ ഫോമിലാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എൻ ലോഗ് എക്സ് എന്ന് വരും. സോ എന്ത് ചെയ്യുക, ഈ ഒരു പവറായിട്ടുള്ള എക്സ് അങ്ങ് ആദ്യമേ കൊടുക്കുക, ബാക്കിയുള്ള ടേമിന് ലോഗ്, അപ്പോൾ ലോഗ് ബാക്കി സൈൻ എക്സ് എന്ന് വരും. സോ ഇനി എന്ത് ചെയ്യും, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ടേം ലോഗ് യു ആണ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആയതുകൊണ്ട് ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u എന്ന് വരും. അപ്പോൾ ഇൻറ്റു തീർന്നില്ല, ബാക്കിയുള്ള രണ്ടാമത്തെ ഫംഗ്ഷനായിട്ടുള്ള യു ഉണ്ട്. അപ്പം യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡി യു ബൈ ഡി എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഇനി റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് ഫംഗ്ഷനാണ് വരിക. ഒന്നാമത്തെ ഫംഗ്ഷൻ എക്സും രണ്ടാമത്തെ ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സുമാണ്. സോ എന്ത് ചെയ്യണം, ഇവിടെ രണ്ട് വേരിയബിൾസ് ആയതുകൊണ്ട് അതിൻ്റെ പ്രോഡക്റ്റാണ് കിടക്കുക. അപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഒന്നാമത്തെ ഫംഗ്ഷനായിട്ടുള്ള എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതാണ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ലോഗ് സൈൻ എക്സ് എന്ന് വന്നു. പ്ലസ് നടക്ക് പ്ലസ് ആണ്. വീണ്ടും സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ഇവിടെ എക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1 ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ കിട്ടി. വീണ്ടും എന്ത് ചെയ്യുക, ഈ ഒരു എക്സ് അതുപോലെ എഴുതിയേക്കാണ്. ഇനി ഈ ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് വേണം. അപ്പോൾ നമ്മൾ ലോഗ് സൈൻ എക്സ് ആണ്. സോ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആയതുകൊണ്ട് ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/sin x എന്ന് വരും. അവിടെ എക്സിൻ്റെ പകരം സൈൻ എക്സ് എന്ന് കൊടുത്തു. തീർന്നില്ല, ബാക്കിയുള്ള രണ്ടാമത്തെ കോ ഫംഗ്ഷനായിട്ടുള്ള സൈൻ എക്സ് ഉണ്ട്. സോ എന്ത് ചെയ്യണം, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് കോസ് എക്സ് എന്ന് വന്നു. ഈ ലോഗ് സൈൻ എക്സ് അതുപോലെ കൊടുത്തു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ എക്സ് ഉണ്ട്, പിന്നെ വരിക കോസ് ബൈ സൈൻ ആണ്. നമുക്കറിയാം കോസ് എക്സ് ബൈ സൈൻ എക്സിൻ്റെ വാല്യൂ അത് കോട്ട് എക്സ് എന്നാണ്. സോ ഇവിടെ എന്ത് കൊടുത്തു, ഈ ഒരു കോസ് ബൈ സൈന് വരെ നമ്മൾ കോട്ട് എക്സ് എന്ന് കൊടുത്തു. ആദ്യത്തെ എക്സ് അതുപോലെ നടുക്ക് പ്ലസ് ആണ്. രണ്ടാമത്തെ ടേം ഇതായിരുന്നു ലോഗ് സൈൻ എക്സ്, അതും അതുപോലെ എഴുതി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സിൻ്റെ വാല്യൂ ആണ്. നമുക്ക് വേണ്ടത് ഡി യു ബൈ ഡി എക്സ് ആണ്. സോ എന്ത് ചെയ്യുക, ഇവിടെയുള്ള 1/uവിനെ റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ ഇൻറ്റു യു എന്നാവും. ഇവിടെ യുവിൻ്റെ വാല്യൂ കൂടെ കൊടുക്കുകയാണെങ്കിൽ യുവിൻ്റെ വാല്യൂ ഇതാണ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് എന്നാണ്. ബാക്കിയുള്ള ഈ ഒരു ടേം ഇത്രയും അതുപോലെ എഴുതിയേക്കാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ ഡി യു ബൈ ഡി എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ബാക്കി വേണ്ടത് വിയുടെ ഡെറിവേറ്റീവാണ്. സോ നമുക്ക് വി എടുത്ത് എന്താണ്, വി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് എക്സ് എന്നാണ് നമ്മൾ എടുത്തത്. സോ എന്ത് ചെയ്യുന്നു, ഇവിടെ ലോഗ് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. ബാക്കി റൈറ്റ് സൈഡുള്ള ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√(1 - x² എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താ, റൂട്ട് എക്സ് എന്നാണ്. സോ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇക്വേഷനകത്തും ആ എക്സിന് പകരം റൂട്ട് എക്സ് എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ 1/√(1 - √x² എന്ന് വരും. അപ്പോൾ ആ റൂട്ട് എക്സിൻ്റെ റൂട്ടും ആ ഒരു സ്ക്വയറും കൂടെ ക്യാൻസലായിട്ടാണ് ഇവിടെ എക്സ് എന്ന് വന്നത്. ഓക്കെ, ഒന്ന് എഴുതി നോക്കിയാൽ അത് ക്ലാരിഫൈ കിട്ടും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√(1 - x² ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ രണ്ടാമത്തെ കോ ഫംഗ്ഷനാണ് റൂട്ട് എക്സ്. അപ്പോൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് 1/2√x. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡി വി ബൈ ഡി എക്സുമായി. ഇനി എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഒന്നാമത്തെ ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഡി യു ബൈ ഡി എക്സിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് കോട്ട് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് എന്നാണ്. നടക്ക് പ്ലസ് അതുപോലെ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനായിട്ടുള്ള ഡി വി ബൈ ഡി എക്സിന് വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് 1/2
റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ് എന്ന് വരും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യുക 12ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് ഈക്വൽ ടു 1 എന്നാണ് ചോദ്യം. നമുക്കിവിടെ വേണ്ടത് dy/dxൻ്റെ വാല്യൂ ആണ് വേണ്ടത്. സോ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യമേ എക്സ് റേസ് ടു വൈ ഡെറിവേറ്റീവ് d/dx ഓഫ് എക്സ് റേസ് ടു വൈ എന്ന് വരും, നടക്കുള്ള പ്ലസ്. അതുപോലെ രണ്ടാമത്തെ ടൈമായിട്ടുള്ള വൈ റേസ് ടു എക്സിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് dy/dx ഓഫ് വൈ റേസ് ടു എക്സ് എന്ന് വരും. ഇനി റൈറ്റ് സൈഡിലുള്ളത് 1 ആണ്. അപ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, കാരണം 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് നമുക്ക് 0 ആയിപ്പോയി. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ ഫസ്റ്റ് ടൈമായിട്ടുള്ള എക്സ് റേസ് ടു വൈയെ എന്ത് ചെയ്യുന്നു, യു എന്നെടുത്തു. അതുപോലെ വൈ റേസ് ടു എക്സിനെ നമ്മൾ വി എന്നെടുത്ത് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടൈമായിട്ടുള്ള യുവിനെ നമ്മൾ എന്ത് ചെയ്തു, എക്സ് റേസ് ടു വൈ എന്ന് എടുക്കുകയാണെങ്കിൽ ഇനി ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ യു ആണുള്ളത്. അപ്പോൾ യുവിൻ്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് യു എന്ന് വരും. ഇവിടെ ലോഗ് എക്സ് റേസ് ടു വൈ എന്നാണ് വരിക. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വൈ ലോഗ് എക്സ് എന്ന് മാറ്റി എഴുതി. ഇനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആയതുകൊണ്ട് ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u ഇൻറ്റു du/dx എന്ന് വന്നു, ഈക്വൽ ടു റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ y ഇൻറ്റു ലോഗ് എക്സ് എന്ന് കിടക്കുക. അപ്പോൾ രണ്ടും വേരിയബിൾസാണ്, വൈയും ഒരു വേരിയബിളാണ്, അതുപോലെ ലോഗ് എക്സും ഒരു വേരിയബിൾ ആയതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു വൈ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്, നടക്ക് പ്ലസ്. വീണ്ടും സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആണ് വരിക. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ വൈ ആയതുകൊണ്ട് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ dy/dx എന്ന് വരും. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ചെയ്യുക, 1/u ഇൻറ്റു du/dx ആണ് കിടക്കുക. നമുക്ക് വേണ്ടത് du/dxൻ്റെ വാല്യൂ ആണ്. സോ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള ഈ ഒരു 1/uവിനെ അങ്ങ് റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഇൻറ്റു യു എന്ന് വരും. അവിടെ യുവിന് പകരം വാല്യൂ കൊടുത്തേക്കാണ് എക്സ് റേസ് ടു വൈ. ബാക്കി ഇവിടെ ഉണ്ടായിരുന്നത് y/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു dy/dx ആണ്. ആ ടൈമെല്ലാം അതുപോലെ കൊടുത്തു. സോ നമുക്ക് എന്തിവിടെ കിട്ടി, du/dx കിട്ടി. അടുത്തായിട്ട് വേണ്ട വി എടുക്കുക. രണ്ടാമത്തെ ടൈമായിട്ടുള്ള വൈ റേസ് ടു എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തേ, വി എന്ന് കൊടുത്തു. സോ വി ഈക്വൽ ടു വൈ റേസ് ടു എക്സ് ആണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലോഗ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലോഗ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലോഗ് വി ഈക്വൽ ടു ലോഗ് വൈ റേസ് ടു എക്സ് എന്നാണ് വരിക. അവിടെ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് വി ഈക്വൽ ടു എക്സ് ലോഗ് വൈ എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലോഗ് വിയുടെ ഡെറിവേറ്റീവ് 1/v ഇൻറ്റു dv/dx ആണ്. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ എക്സ് ഇൻറ്റു ലോഗ് വൈ ആണ്, രണ്ടും വേരിയബിൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് വൈ ആണ്. അപ്പോൾ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ആണ്. ഓക്കെ, തീർന്നില്ല. ഇവിടെ വൈയും ഒരു വേരിയബിളാണ്. സോ വൈയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, dy/dx ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നടുക്ക് പ്ലസ്. അതുപോലെ ബാക്കി വരിക സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു. അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് വൈ ആണ്. ഇപ്പോൾ ലോഗ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ എന്ത് ചെയ്താൽ ഇൻറ്റു ചെയ്താലും അത് തന്നെയായിരിക്കും വാല്യൂ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 1/v ഇൻറ്റു dv/dx ആണ്. നമുക്ക് വേണ്ടത് എന്താണ്, dv/dx മാത്രം മതി. സോ ഈ 1/v അപ്പുറം കൊണ്ടുവച്ചാൽ ഇൻറ്റു വി എന്ന് വരും. ആ വിക്ക് വാല്യൂ കൊടുത്തേക്കാണ് y റേസ് ടു എക്സ് എന്ന്. ബാക്കി ഈ ടേമെല്ലാം അതുപോലെ എഴുതിയേക്കാണ് x/y ഇൻറ്റു dy/dx പ്ലസ് ലോഗ് വൈ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ du/dxമായി അതുപോലെ dv/dxമായി. സോ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഇക്വേഷനകത്ത് ഈ രണ്ട് വാല്യൂസ് ഇവിടെ du/dxും ഇതിന് പകരം dv/dx എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ടേം കിട്ടും. സോ എക്സ് റേസ് ടു വൈ ഇൻറ്റു y/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു dy/dx എത്രയാണ്, du/dxൻ്റെ വാല്യൂ, നമുക്ക് പ്ലസ് ഇൻറ്റു ഇതാണ് നമ്മുടെ dv/dxൻ്റെ വാല്യൂ, ഈക്വൽ എന്ത് കിട്ടി, 0 എന്ന് കൊടുത്തു. സോ ഇതൊന്നുകൂടെ സോൾവ് ചെയ്ത് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ dy/dxലേക്ക് ഇത് ചേരുക. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു എക്സ് റേസ് ടു വൈ കൊണ്ട് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ രണ്ട് ടേമിനെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുക, വൈ റേസ് ടു എക്സ് കൊണ്ട് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം രണ്ട് ടേമിനകത്തുനിന്ന് എന്ത് ചെയ്യണം, dy/dx ഉള്ള ടേമുകൾ മാത്രം ലെഫ്റ്റ് സൈഡിൽ വെക്കുക. ബാക്കിയുള്ള dy/dx ഇല്ലാത്ത ടേമുകളെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. പിന്നീട് എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലുള്ള dy/dx ഉള്ള ടേമുകളിൽ നിന്നെല്ലാം ഒരു dy/dx കോമൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു വൈ ഹോൾ റേസ് ടു x - 1 എന്നാണ് ലെഫ്റ്റ് സൈഡിൽ വരിക.
റൈറ്റ് സൈഡ് എന്ത് ചെയ്യുന്നു, എല്ലാ ടൈമിൽ നിന്ന് നെഗറ്റീവ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഈ വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ പ്ലസ് വൈ എക്സ് റേസ് ടു വൈ മൈനസ് 1 എന്ന് കിട്ടും. സോ നമുക്ക് വേണ്ട എന്താണ്, ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. എന്ത് ചെയ്യുക, ഈ കൂടെയുള്ള ഈ ഒരു മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ടേമിനെ അപ്പുറം കൊണ്ടുപോയി എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. സോ ഇതിൻ്റെ താഴെ ആ ടേം വരും. സോ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ അടുത്ത ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. അപ്പം അടുത്തിട്ട് നമുക്ക് നോക്കാനുള്ളത് 6ാമത്തെ എക്സസൈസാണ്. അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക പാരാമെട്രിക് ഡിഫറൻസിയേഷനാണ്. അപ്പം ഇവിടെ ഒരു പാരാമെട്രിക് ഡിഫറൻസിയേഷനിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻസ്, അതായത് 2 ഇക്വേഷൻ കാണും. എക്സിനെയും വൈനെയും 2 ഇക്വേഷനായിട്ടായിരിക്കും ക്വസ്റ്റ്യനിൽ തരിക. അവിടെ തന്നെ എക്സിനെയും വൈനെയും എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പാരാമീറ്ററിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ പാരാമീറ്റേഴ്സായിട്ട് ഉപയോഗിക്കാം. ആറുണ്ട്, നമ്മുടെ റേഡിയസിൻ്റെ ആറാണ് ഉപയോഗിക്കുക, റേഡിയസ് ഉണ്ട്. അതുപോലെ ടൈമിന് വരെ ടി, അല്ലെങ്കിൽ ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്ന തീറ്റ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മളിവിടെ പാരാമീറ്റേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന എക്സിനെയും അതുപോലെ വൈയെ എന്ത് ചെയ്യും, ഒന്നുകിൽ ആറിലോ അല്ലെങ്കിൽ ടിയിലോ അല്ലെങ്കിൽ തീറ്റയിലോ എന്ത് ചെയ്യുന്നു, റെപ്രസെൻറ്റ് ചെയ്യുന്നു. ശേഷം നമുക്ക് 2 ഇക്വേഷൻ കാണും. അവിടെ എന്ത് ചെയ്യണം, ആ ഒരു തന്നിരിക്കുന്ന ടേംസിൽ നിന്നും ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മളെന്ത് പറയുക, പാരാമെട്രിക് ഡിഫറൻസിയേഷൻ എന്ന് പറയാം. ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്യുക, എക്സിൻ്റെ ഒരു ഇക്വേഷൻ കാണും, എക്സ് ഈക്വൽ ടു ഇവിടെ ഏതെങ്കിലും ഒരു പാരാമീറ്ററിൽ ഒരു ഇക്വേഷൻ തന്നേക്കും. അതുപോലെ തന്നെ വൈനെ എന്ത് ചെയ്യുന്നു, ഒരു ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കാണ്. സപ്പോസ് നമുക്ക് എടുക്കാം, എന്ത് ചെയ്യുന്നു, ഇവിടെ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ടി ആണെങ്കിൽ, ഇപ്പോൾ ടി എന്ന് പറയുന്ന പാരാമീറ്ററിലാണ് എക്സിനെയും വൈനെയും കണക്ട് ചെയ്ത് തന്നേക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക, ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് ആദ്യമേ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു തന്നിരിക്കുന്ന പാരാമീറ്റർ ടിയിൽ. ടി ആണെങ്കിൽ ടിയിൽ, ആറാണെങ്കിൽ ആറിൽ, തീറ്റ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടി എന്നാണ് എടുത്തേക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കിട്ടും. അതുപോലെ തന്നിരിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ വൈയും എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡി വൈ ബൈ ഡി ടി കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്, അതാണ് നമ്മുടെ ഡെറിവേറ്റീവ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ വൈയുടെ ഡെറിവേറ്റീവ് അതാണ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, നമ്മൾ ഇവിടെയുള്ള ഡി വൈ ബൈ ഡി ടിയെ ഡി എക്സ് ബൈ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഡി വൈ ബൈ ഡി ടിയെ ഡി എക്സ് ബൈ ഡി ടി കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഇവിടുന്ന് ഡി ടിയും കട്ടായി പോയാൽ ബാക്കി എന്ത് തന്നെ ആയിരിക്കും, ഡി വൈ ബൈ ഡി എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടി കാണും, എങ്കിലും ക്ലിയറായി കാണില്ല. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പോഴത്തേക്ക് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ചെയ്യാം എക്സസൈസ് 5.6 ഒന്നാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുകയാണെങ്കിൽ അതിന് ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്, എക്സ് ഈക്വൽ ടു 2a t² എന്നും അതുപോലെ വൈ ഈക്വൽ ടു a t⁴ എന്നുമാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സ് വൈ 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പം എക്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ്ട് ടി എന്ന് പറയുന്ന പാരാമീറ്റർ, അതുപോലെ വൈയെയും ടി എന്ന് പറയുന്ന പാരാമീറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു 2 ഇക്വേഷനെ സോൾവ് ചെയ്ത് അതിൽ നിന്ന് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സിലേക്കാണ് എത്തിച്ചേരേണ്ടത്. സോ നമുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം എന്ത് ചെയ്യുക, തന്നേക്ക് നോക്കുക, എക്സിനെയും വൈനെയും ടി എന്ന് പറയുന്ന വേരിയബിളിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആദ്യം ചെയ്യേണ്ട കാര്യം തന്നേക്കുന്ന എക്സിനെയും അതുപോലെ വൈയെയും എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റിംഗ് 1 and 2, ആദ്യത്തെ ഇക്വേഷൻ 1ഉം ഇത് 2 എന്ന് എടുത്തു. സോ 1നെയും 2നെയും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്, എക്സ് ഈക്വൽ ടു 2a t² ആണ്. സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് വരും. ഈക്വൽ ടു ഇവിടെ 2a എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ 2a അതുപോലെ എഴുതി. ബാക്കി ഇവിടെ ഉള്ളത് t² ആണ്. അപ്പോൾ t² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് വേണ്ടത്. സോ അതെന്തായിരിക്കും, 2t ആയിരിക്കും. ഇവിടെ എക്സ് റേസ് ടു എൻ ഫോം ആയതുകൊണ്ട് nx റേസ് ടു n-1 ആണ് ഡെറിവേറ്റീവ്. സോ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ t² ഡെറിവേറ്റീവ് 2t എന്ന് വരും. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ 2 × 2 4at എന്ന് വരും. ബാക്കി ടേംസ് അതുപോലെ. സോ നമുക്ക് കിട്ടിയ ഡി എക്സ് ബൈ ഡി ടി 4at ആണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് രണ്ടാമത്തെ തന്നേക്കുന്ന വൈ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി ടി എന്ന് കിട്ടും. വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി ടി ആണ്. ഇനി നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ആ എ അതുപോലെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് t⁴ ആണ്. അപ്പോൾ t⁴ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ തന്നെ വേണം.
സോ എന്തായിരിക്കും എക്സ് റേസ് ടു എൻ ഫോം തന്നെയാണ്. സോ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് ഡെറിവേറ്റീവ്. ഇപ്പോൾ ടി റേസ് ടു 4ൻ്റേത് 4t³ എന്ന് വരും. സോ അതും കഴിഞ്ഞു, ഡെറിവേറ്റീവ് കിട്ടി, dy/dt കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് ഡെറിവേറ്റീവ് dy/dx ആണ്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, dy/dt dx/dt എന്നാണ്. ഇനി വാല്യൂ കൊടുക്കുക. അപ്പോൾ ആദ്യമേ dy/dtയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 4at³ എന്നും താഴെയുള്ള dx/dtയുടെ വാല്യൂ കിട്ടിയത് 4at എന്നാണ്. അവിടെ വാല്യൂ കൊടുത്തു. ഇതിൻ്റെ മേളിൽ നിന്നും താഴ്ന്നൊരു 4a കട്ടായിപ്പോയി. ബാക്കി t³ താഴെ ടിയും ആണുള്ളത്. താഴ്ന്നൊരു ടിയും ഇവിടെ ക്യൂബിൽ നിന്നൊരു ടിയും പോയി കഴിഞ്ഞാൽ ബാക്കി t² ആയിരിക്കും ലാസ്റ്റ് ആൻസർ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. ഇപ്പം ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ x = a cos θ അതുപോലെ y = b cos θ എന്നിങ്ങനെയാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് ആയിട്ടാണ് ചോദ്യം തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സിനെയും വൈയെയും തീറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുക. സോ എന്തായിരിക്കും ഇത് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണെന്ന് മനസ്സിലായി. ഇവിടെ പാരാമീറ്റർ തീറ്റയാണെന്ന് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന എക്സിനെയും അതുപോലെ വൈയെയും എന്ത് ചെയ്യുക, തീറ്റയിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ആദ്യമേ. സോ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ x = a cos θ ആണ്. എന്ത് ചെയ്യുന്നു, അതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എക്സ് ആണുള്ളത്. എക്സിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് dx/dθ ആയിരിക്കും. ഈക്വൽ ടു ഇവിടെയുള്ള ആദ്യമേ a cos θയുടെ a കോൺസ്റ്റൻ്റ് ആണ്. ആ a അതുപോലെ എഴുതി. ബാക്കിയുള്ളത് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. അതുകൊണ്ട് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ എന്ന് വരും. ആ മൈനസ് നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ dx/dθയുടെ വാല്യൂ മൈനസ് a സൈൻ തീറ്റ എന്ന് മാറ്റി എഴുതാം. സോ അതോടെ കഴിഞ്ഞു. ബാക്കിയുള്ളത് രണ്ടാമത്തെ y = b cos θ ആണ്. വീണ്ടും എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനെയും വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡെറിവേറ്റീവ് എടുക്കുക. വൈയുടെ ഡെറിവേറ്റീവാണ് dy/dθ ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളത് b cos θ ആണ്. അതിൽ b കോൺസ്റ്റൻറ്റ്. അതുപോലെ ബാക്കിയുള്ള ഈ ഒരു cos θയും എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാകുമ്പോൾ cos θ ഡെറിവേറ്റീവ് വീണ്ടും മൈനസ് സൈൻ തീറ്റ എന്ന് വരും. വീണ്ടും ഈ ഒരു മൈനസ് ഓപ്പൺ ചെയ്ത് എഴുതുകയാണെങ്കിൽ മൈനസ് b സൈൻ തീറ്റ എന്നെഴുതാം. അപ്പോൾ നമുക്കിവിടെ dx/dθയുമായി അതുപോലെ dy/dθയും കിട്ടി. നമുക്ക് വേണ്ടത് dy/dx ആണ് വേണ്ടത് ഡെറിവേറ്റീവ്. സോ എന്ത് ചെയ്യുന്നു, ആദ്യമേ ഈ രണ്ടാമത്തെ വൈയെ dy/dθയെ dx/dθ കൂടെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ ബാക്കി കിട്ടുന്നത് dy/dx ആയിരിക്കും. ഇവിടെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ dy/dθയ്ക്ക് പകരം മൈനസ് b സൈൻ തീറ്റ എന്നും അതുപോലെ dx/dθയ്ക്ക് പകരം മൈനസ് a സൈൻ തീറ്റ എന്നും കൊടുത്തു. വെളിയിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു സൈൻ തീറ്റ കട്ടായിപ്പോയി. അതുപോലെ രണ്ട് നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആയാൽ ബാക്കി അവിടെ b/a മാത്രമേ ഉള്ളൂ. സോ ഡെറിവേറ്റീവ് b/a ആയിരിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. വീണ്ടും നമ്മൾ അടുത്തായിട്ട് ചെയ്യുക മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ x = sin t അതുപോലെ y = cos 2t ആണ്. അതിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും എക്സിനെയും വൈയെയും ടി എന്ന് പറയുന്ന വേരിയബിളിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുക. സോ നമ്മുടെ പാരാമെട്രിക് ഫോമിലാണ് എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ പാരാമീറ്റർ ടി ആണെന്ന് മനസ്സിലാക്കി. സോ ഇനി എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന എക്സിനെയും വൈയെയും വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ x = sin t ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ dx/dt എന്ന് വരും വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട്. സോ റൈറ്റ് സൈഡിലുള്ളത് സൈൻ ടി ആണ്. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ തന്നെ. സോ എന്തായിരിക്കും, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആയതുകൊണ്ട് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി എന്ന് വരും. സോ ആ ഒരു പാർട്ട് കഴിഞ്ഞു. dx/dt കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ ഇതാണ്, y = cos 2t എന്നാണ്. സോ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനെയും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം വൈയുടെ ഡെറിവേറ്റീവ് dy/dt എന്ന് കിട്ടും. ഇനി റൈറ്റ് സൈഡുള്ളത് കോസ് 2t ആണ്. അപ്പോൾ നമുക്കറിയാം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആയതുകൊണ്ട് മൈനസ് സൈൻ 2t എന്ന് വരും. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 2t ആയതുകൊണ്ട് മൈനസ് സൈൻ 2t. അതുപോലെ വീണ്ടും തീർന്നില്ല, വീണ്ടും എന്ത് ചെയ്യുക, ഈ കോ ഫംഗ്ഷൻ ആയിട്ടുള്ള 2tയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2tയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ അതെന്താണ്, 2 തന്നെയാണ്. അതായത് 2xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ 2 ആണ്. അതുപോലെ 2tയുടെ ഡെറിവേറ്റീവ്
വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എന്തായിരിക്കും, അത് 2 ആയിരിക്കും. അവിടെ ടിയുടെ വാല്യൂ 1 ആയിപ്പോയി, ബാക്കി 2 മാത്രം വന്നു. അപ്പോൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ മൈനസ് ആദ്യം കൊടുക്കുകയാണെങ്കിൽ -2 sin 2t എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ dx/dt കിട്ടി, അതുപോലെ dy/dt കിട്ടി. ഇത് നമ്മൾ ഇക്വേഷൻ ഇതാണ്, dy/dx ആണ് നമുക്ക് വേണ്ടത്. അതായത് dy/dt dx/dt കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഇനി വാല്യൂ കൊടുക്കുകയാണെങ്കിൽ മുകളിൽ -2 sin 2t എന്നും താഴെ cos t എന്നും വാല്യൂ കൊടുത്തു രണ്ട് ഇക്വേഷൻ്റെയും. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു sin 2tയെ മാറ്റുന്നു. അതായത് നിങ്ങൾക്കറിയാം sin 2θ നിങ്ങൾക്ക് 2 sin θ cos θ എന്ന് മാറ്റാൻ പറ്റും. sin 2θ = 2 sin θ cos θ ആണ്. ഇവിടെ തീറ്റയ്ക്ക് പകരം t ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ -2 അതുപോലെ ബാക്കിയുള്ള sin 2tക്ക് പകരം 2 sin t cos t എന്ന് വന്നു. താഴത്തെ cos t അതുപോലെ മുകളിൽ നിന്നും താഴെ നിന്ന് ഒരു cos t കട്ടായിപ്പോയി. ബാക്കിയുള്ള -2 × 2 -4, ബാക്കിയുള്ള sin t അതുപോലെ. ഇതായിരിക്കും ആൻസർ. അപ്പോൾ അടുത്തിടെ നമ്മൾ ചെയ്യുക 6ാമത്തെ ചോദ്യമാണ്. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ x = a × θ - sin θ, അതുപോലെ y = a × 1 + cos θ എന്നിങ്ങനെയാണ് രണ്ട് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് dy/dx ആണ്, ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പാരാമെട്രിക് ഫോമിലാണ് തന്നിരിക്കുക. അവിടെ എക്സിനെയും വൈനെയും തീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുക. സോ ഇവിടെ പാരാമീറ്റർ തീറ്റയാണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഓരോ ഇക്വേഷനെയും പാരാമീറ്റർ ആയിട്ടുള്ള തീറ്റ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്, x = a × θ - sin θ ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, തീറ്റ കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. സോ ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഓക്കെ, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dx/dθ എന്നാണ് കിട്ടുക. ഇവിടെ റൈറ്റ് സൈഡ് ഉള്ളത് a × θ - sin θ ആണ്. ഇവിടെ a × ആ ഫോം ആയതുകൊണ്ട് എന്ത് ചെയ്യുക, a കോൺസ്റ്റൻ്റ് ആണ്, a അതുപോലെ എഴുതി വെച്ചു. ബാക്കിയുള്ള θ - sin θയുടെ ഡെറിവേറ്റീവ് വേണം. ഇവിടെ ആദ്യം ഈ തീറ്റയുടെ ഡെറിവേറ്റീവ് 1 ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തായിരിക്കും, തീറ്റയുടെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അതുപോലെ എന്ത് ചെയ്യുക, ഇവിടെ തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ തീറ്റയുടെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും. ആ മൈനസ് അതുപോലെ കൊടുത്തു. ബാക്കിയുള്ള sin θയാണ്. അപ്പോൾ sin θയുടെ ഡെറിവേറ്റീവ് വേണം, അതെന്താണ്, അത് cos θയാണ്. അപ്പോൾ sin θ ഡെറിവേറ്റീവ് cos θ കൊടുത്തു, കഴിഞ്ഞു. സോ ഇവിടെ dx/dθയുടെ വാല്യൂ a × 1 - cos θ എന്ന് കിട്ടി. പിന്നെ അടുത്തായിട്ട് വേണ്ടത് രണ്ടാമത്തെ ടേം എടുക്കുക, y = a × 1 + cos θ ആണ്. സോ ഈ ഒരു ടേമിന് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വൈയുടെ ഡെറിവേറ്റീവാണ് dy/dθ = ഇവിടെ വീണ്ടും a × ആണ്. സോ എന്ത് ചെയ്യുക, ആ a കോൺസ്റ്റൻറ്റ് അതുപോലെ ബാക്കിയുള്ള ഈ ഒരു ടേമിന് ഡെറിവേറ്റീവ് വേണം, 1 + cos θയുടെ ഡെറിവേറ്റീവ്. അവിടെ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. ബാക്കിയുള്ളത് cos θയാണ്. സോ cos θയുടെ ഡെറിവേറ്റീവ് -sin θ ആണ്. അപ്പോൾ എന്ത് ചെയ്തു, a × - sin θ എന്ന് വന്നു. ആ ഒരു ബ്രാക്കറ്റ് ഒന്ന് മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്ത് എഴുതുകയാണെങ്കിൽ -a sin θ എന്ന് മാറ്റി. ഇവിടെ രണ്ട് ടേമും കിട്ടി, dx/dθയും കിട്ടി, അതുപോലെ dy/dθയുമായി. നമുക്ക് വേണ്ടത് dy/dx ആണ്. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, dy/dθ dx/dθ എന്ന് കിട്ടും. സോ എന്ത് ചെയ്യുക, ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമേ dy/dθയുടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് -a sin θയാണ്. അതുപോലെ താഴെയുള്ള dx/dθയ്ക്ക് വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് a × 1 - cos θയാണ്. സോ ഇവിടെ നമ്മൾ മേളിൽ നിന്ന് താഴ്ന്ന ഒരു a കട്ടായിപ്പോയി. ബാക്കി ഇവിടെ വരിക, മേളിൽ ഒരു -sin θ ഉണ്ട്, താഴെയുള്ളത് ഒരു 1 - cos θയുമാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ്, അതായത് sin θയ്ക്ക് പകരം നമുക്കൊരു വാല്യൂ കൂടെ കൊടുക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ ഒന്ന് പഠിക്കുന്നു. അതായത് sin 2θയുടെ വാല്യൂ, sin 2θ നിങ്ങൾക്കറിയാം 2 sin θ cos θയാണ്. അങ്ങനെയാണെങ്കിൽ sin θയെ 2 sin θ/2 എന്നും cos θ/2 എന്നും മാറ്റി എഴുതുക. ഇവിടെ എന്തായിരുന്നു പ്രത്യേകത, അവിടെ തീറ്റയുടെ കൂടെ 2 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യില്ല, ഇവിടെ തീറ്റ മാത്രമേ വരൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഓരോ തീറ്റയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു, അതുകൊണ്ട് ഇവിടെ താഴെയില്ല. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാതെ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. വ്യത്യാസം നമുക്ക് പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര ഓർക്കുക, sin θയുടെ ഇക്വേഷൻ ഇതാണ്, 2 sin θ/2 അതുപോലെ cos θ/2 എന്നാണ്. അപ്പോൾ ഇവിടെ മേളിലുള്ള ഈ ഒരു ഇക്വേഷന് പോലെ എന്ത് ചെയ്തു, ഈ ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ മൈനസ് അതുപോലെ ഉണ്ട്. ബാക്കിയുള്ള sin θയ്ക്ക് പകരം 2 sin θ/2 cos θ/2 എന്ന് കൊടുത്തു.
അതുപോലെ 1 മൈനസ് കോസ് തീറ്റയുടെ വാല്യൂ അതാണ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് വരും. അപ്പോൾ അവിടെ വാല്യൂ കൊടുത്ത് 1 മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കൊടുത്തു. ആ ഒരു വാല്യൂ പഠിച്ച് വെച്ചേക്കുക. ഇനി നമ്മൾ വീണ്ടും ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴെ ഒരു 2 കട്ടായിപ്പോയി. വീണ്ടും ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്, മേളൊരു സൈൻ തീറ്റ ബൈ 2 ഉണ്ട്. സോ ഈ ഒരു സൈൻ തീറ്റ ബൈ 2 ഈ ഒരു സ്ക്വയറും ക്യാൻസലായിപ്പോയി. ബാക്കി അവിടെ ഉള്ളത് മുകളിലൊരു കോസ് തീറ്റ ബൈ 2, താഴെ ഒരു സൈൻ തീറ്റ ബൈ 2 ആണ്. അപ്പോൾ കോസ് ബൈ സൈൻ നമുക്കറിയാം കോട്ടാണ്, അതുകൊണ്ട് എന്ത് വരും ഇവിടെ കോട്ട് തീറ്റ ബൈ 2 എന്ന് വരും. അവിടെയുള്ള നെഗറ്റീവും അതുപോലെ കൊടുത്തു. സോ ലാസ്റ്റ് ആൻസർ ഇതാണ്, മൈനസ് കോട്ട് തീറ്റ ബൈ 2 ആണ് ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 8ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ 2 എന്നാണ് ചോദ്യം. സോ നമുക്കിവിടെ വേണ്ടത് അതുപോലെ രണ്ടാമത്തെ വൈ ഈക്വൽ ടു എ സൈൻ ടിയുമാണ്. ഇവിടെ നിന്നും ഡെറിവേറ്റീവ് വേണം. സോ എന്ത് ചെയ്തു, ഇവിടെ എക്സിനെയും വൈയെയും ടി എന്ന് പറയുന്ന പാരാമീറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ പാരാമെട്രിക് ഫോമാണെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുന്നു, ഓരോ ഇക്വേഷനെയും വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. സോ ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്, എക്സ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ 2 ആണ്. അതിനെന്ത് ചെയ്യുന്നു, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി എന്ന് വരും. ഇവിടെ എ ഇൻറ്റു ആണ്. സോ എന്ത് ചെയ്യുക, ആ എ കോൺസ്റ്റൻറ്റ് അതുപോലെ എഴുതി. ബാക്കിയുള്ള ഇതിൽ ഓരോ ടീമിനും എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ആണ്. ഓക്കെ, കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി കൊടുത്തു, നടുക്കുള്ള പ്ലസ് അതുപോലെ. ബാക്കി നോക്കുകയാണെങ്കിൽ ലോഗ് ടാൻ ടി ബൈ 2 ആണ്. ഇവിടെ രണ്ട് ഫംഗ്ഷനുണ്ട്, ഒന്നാമത്തെ ഫംഗ്ഷൻ ലോഗും ഉണ്ട്, അതുപോലെ ടാൻ ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ ലോഗ് ആയതുകൊണ്ട് നമുക്കറിയാം ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. സോ ഇവിടെ എന്ത് വരും, 1/xന് പകരം ടാൻ ടി ബൈ 2. ഇവിടെ എക്സസ് ആണത് ടാൻ ടി ബൈ 2 ആയതുകൊണ്ട്. അപ്പോൾ അവിടെ ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/ടാൻ ടി ബൈ 2 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുക, കോ ഫംഗ്ഷനായിട്ടുള്ള ടാൻ ടി ബൈ 2വിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് dy ബൈ ഡി ടി ഓഫ് ടാൻ ടി ബൈ 2 ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ വീണ്ടും താഴേക്ക് എ അതുപോലെ എഴുതിയേക്കാണ്, മൈനസ് സൈൻ ടിയും അതുപോലെ. ഇനി 1/ടാൻ ടി ബൈ 2 ഇൻറ്റു ഇത് നമുക്കിവിടെ വേണ്ടത് ടാൻ ടി ബൈ 2വിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം, അത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. സോ എന്ത് വരും, ടാൻ ടി ബൈ 2വിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ ടി ബൈ 2 എന്ന് വന്നു. തീർന്നില്ല, വീണ്ടും ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ ടി ബൈ 2. അപ്പോൾ നമുക്കിവിടെ ടി ബൈ 2 എന്ന് പറയുന്ന ഫംഗ്ഷന് ഡെറിവേറ്റീവ് വേണം വിത്ത് റെസ്പെക്ട് ടു ടിയിൽ. അപ്പോൾ ഇവിടെ 1/2 ഇക്കാണ്ട് 1/2 കോൺസ്റ്റൻ്റ് അവിടെ വെച്ചു. ബാക്കിയുള്ള എന്താണ്, ടി ആണ്. ടിയുടെ ഡെറിവേറ്റീവ് എന്താ, അത് 1 ആണ്. സോ എന്ത് കിട്ടി, ഇവിടെ ഈക്വൽ ടു 1/2 എന്ന് വരും ഡെറിവേറ്റീവ്. ടി ബൈ 2വിൻ്റെ ഡെറിവേറ്റീവ് 1/2 ആണ്. സോ ആ 1/2 കൊണ്ട് എന്ത് ചെയ്തു, വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. ഓക്കെ, വീണ്ടും ഇതൊന്ന് മാറ്റുകയാണെങ്കിൽ ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. അവിടെ എ ഇൻറ്റു ആ എ അതുപോലെ എ ഇൻറ്റു ബാക്കി വരുന്ന മൈനസ് സൈൻ ടിയും അതുപോലെ മൈനസ് സൈൻ ടി ഉണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ താഴെയുള്ളത് ടാൻ ടി ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടാനെ നമുക്ക് സൈൻ ബൈ കോസ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സൈനെ നമുക്ക് സൈൻ ബൈ കോസ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ താണ്ട ഈ ഒരു കോസ് താഴെയുള്ള 1/കോസ് മേളിൽ കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു കോസ് എന്നാക്കാം. സോ അത് ഒരുമിച്ച് എഴുതുകയാണ്. ആ താഴെയുള്ള കോസ് ടി ബൈ 2 മേളിൽ പോയി ഈ ഒരു സൈൻ, ഓക്കെ സൈൻ ടാനെ മാറ്റിയപ്പോഴുള്ള ഈ ഒരു സൈൻ അവിടെ ഉണ്ട്. താഴെയുള്ള സൈൻ ടി ബൈ 2വിനെ മാറ്റി എഴുതി നമ്മൾ. ഓക്കെ, അവിടെ ടാൻ ടി ബൈ 2വിനെ മാറ്റിയിട്ടാണ് ഇങ്ങനെ എഴുതിയേക്കുക. സോ ഇനി ബാക്കിയുള്ളത് മേളിലുള്ള ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീക്ക് സ്ക്വയർ ടി ബൈ 2 ആണ്. അപ്പോൾ ഈ സീക്ക് സ്ക്വയർ താഴെ വന്നു കഴിഞ്ഞാൽ 1/കോസ് ആവും. 1/കോസ് ആണ് സീക്ക്. അപ്പോൾ അതിന് വീണ്ടും എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ താഴെ വരികയാണെങ്കിൽ നമുക്ക് കോസ് സ്ക്വയർ ടി ബൈ 2 എന്ന് മാറ്റാൻ പറ്റും. കോസ് സ്ക്വയർ ടി ബൈ 2. ഓക്കെ, വീണ്ടും ഒന്ന് മാറ്റി എഴുതി. ഇൻറ്റു ഒരു 1/2 കൊണ്ടാണ് ഇവിടെയുള്ള ഇൻറ്റു 1/2 കൊണ്ട് ആ 2 നമ്മൾ താഴെ എഴുതി. 1/2 ആയതുകൊണ്ട് ആ 2 താഴെ എഴുതിയേക്കാണ്. സോ ഇങ്ങനെ മാറി വീണ്ടും. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഇവിടെ എ ഇൻറ്റു ബാക്കി വരിക മേളിലൊരു കോസ് ടി ബൈ 2ഉം താഴെയുള്ള കോസ് സ്ക്വയറിൽ നിന്ന് ഒരു സ്ക്വയറും കട്ടായിപ്പോയി. ബാക്കി താഴെ നോക്കുകയാണെങ്കിൽ 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2 എന്ന് കിടക്കുക. അപ്പോൾ അതാണ്ട് ഇത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഫോമിലാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വെച്ചാൽ സൈൻ 2 തീറ്റയാണ്. അപ്പോൾ ഇവിടെ ആദ്യമേയുള്ള മൈനസ് സൈൻ ടി അതുപോലെ മൈനസ് സൈൻ ടി ഉണ്ട്, നടുക്ക് പ്ലസ്. ഇത് വീണ്ടും മാറ്റാൻ നമുക്ക് എങ്ങനെയാണ്, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വെച്ചാൽ സൈൻ 2 തീറ്റയാണ്. അപ്പോൾ സൈൻ 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം ഇവിടെ വരിക ടി ബൈ 2 എന്നാണ്. അപ്പോൾ അത് കൊടുത്തു. വീണ്ടും നാണ്ട് ഇവിടെ നിന്നൊരു 2ഉം കട്ടായി പോയാൽ വീണ്ടും ഇവിടെ ബാക്കി വരുന്നത് എ ഇൻറ്റു ബാക്കി ഒരു മൈനസ് സൈൻ ടി ഉണ്ട്, മൈനസ് സൈൻ ടി പ്ലസ് ബാക്കി ഇവിടെ വരിക സൈൻ ടി എന്ന് മാത്രമേ വരുള്ളൂ.
സൈൻ ടി എന്ന് വരും. സോ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ഇവിടെ 1/, ആയിരുന്നു കേട്ടോ. 1/, ആണ് 1/. താഴെ അവിടെ 1/, ആയിരുന്നു. അപ്പോൾ 1/, സൈൻ 2t എന്നാണ്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യും, ഒരു 1/, സൈൻ ടി എന്നാണ് വരിക. അപ്പോൾ 1/, സൈൻ ടി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സൈൻ ടി ഇൻറ്റു സൈൻ ടി എന്ന് വരും. അതെന്താണ്, ആദ്യമേ എ അവിടെ ഉണ്ട്. അപ്പോൾ മൈനസ് സൈൻ ടി ഇൻറ്റു സൈൻ ടി, അത് മൈനസ് സൈൻ സ്ക്വയർ ടി ആണ്. മൈനസ് സൈൻ സ്ക്വയർ ടി നടുക്ക് പ്ലസ്. അതുപോലെ വീണ്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1 × 1 1 എന്ന് വരും. താഴെയുള്ളത് വീണ്ടും എന്ത് ചെയ്യുക, ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ 1 × സൈൻ ടി ആണ്, അത് സൈൻ ടി എന്ന് കിട്ടും. 1 × സൈൻ ടി, സൈൻ ടി എന്ന് വന്നു. ഇവിടെ നേരെ എഴുതുമ്പോൾ കറക്റ്റ് ആവും അത്. സോ വീണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ എ ഇൻറ്റു ബാക്കി വരിക മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 1 ആണ്. തിരിച്ച് പറയുകയാണെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ ടി ആണ്. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ ടി എന്താണ്, അത് കോസ് സ്ക്വയർ ടി ആണ്. 1 മൈനസ് സൈൻ സ്ക്വയർ ടിക്ക് പകരം കോസ് സ്ക്വയർ ടി എന്ന് കൊടുക്കാൻ പറ്റും. താഴെയുള്ള സൈൻ ടി അതുപോലെ വീണ്ടും താഴെയുള്ള സൈൻ ടി അതുപോലെ കൊടുത്തു. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ.